രാത്രി 10 മണിക്ക് ശേഷം സ്ഥിരമായി ഡിന്നർ കഴിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ രോഗിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് പകല് ഭക്ഷണം കഴിച്ച് രാത്രി റെസ്റ്റ് എടുക്കാനാണ് അല്ലെ. നമ്മൾ രാത്രിയാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് കുറച്ച് റെസ്റ്റ് കിട്ടുന്നത്. സോ നമ്മൾ ഈ കറക്റ്റ് സമയത്ത് കഴിക്കാണ്ട് 10 മണിക്ക് ശേഷം കഴിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് റെസ്റ്റ് ഇല്ലാതെ ആ സമയത്തും പണിയെടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വളരെ ദൈർഘ്യമേറിയ പണിയിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് പണി മുടക്കുന്നതും നമ്മൾ ഭാവിയിൽ രോഗികളായി തീരുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഇൻസുലിൻ, കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനം, ആക്ടിവിറ്റി വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. ഇവയുടെ പ്രവർത്തനം കൂടുകയാണെങ്കിൽ നമ്മൾ ഭാവിയിൽ ഡയബറ്റിക് ആകാനും ഓവർ വെയിറ്റ് ആകാനും, അതുപോലെ കോർട്ടിസോളിന്റെ അളവ് കൂടിയാൽ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാകും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു അല്ലെ, കോർട്ടിസോളിന്റെ അളവ് കൂടിയാൽ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് അവിടെ കൂടുകയാണ്. അതുപോലെ നമ്മൾ 10 മണിക്ക് ശേഷം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുമായിരിക്കും, പക്ഷെ നമ്മുടെ ബ്രെയിൻ അവിടെ ആക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കഴിച്ച ഫുഡിനെ ദഹിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന് അവിടെ റെസ്റ്റും കിട്ടുന്നില്ല. അത് നമ്മുടെ പിന്നീടുള്ള ദിവസങ്ങൾ നമ്മുടെ ഉറക്കക്കുറവിന് സാധ്യത കൂട്ടുന്നു, ബ്ലഡ് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്, ഹാർട്ടിന് പ്രശ്നങ്ങൾ സംഭവിക്കാം, ബ്ലഡ് പമ്പിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. സോ 10 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് മുതൽ ആ ശീലം നിങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടാകാം. തീർച്ചയായും നിങ്ങളുടെ നോർമൽ വെയിറ്റിനേക്കാളും ഒരു 10-15% നിങ്ങളുടെ വെയിറ്റ് വൈകി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇനി മുതൽ 10 മണിക്ക് മുന്നേ എന്നല്ല, നമ്മൾ ഡിന്നർ 8 മണിക്ക് മുന്നേ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. 9 മണിക്ക് ശേഷം ഡിന്നർ കഴിക്കാൻ നിൽക്കാതിരിക്കുക. മാക്സിമം 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാനായിട്ട്, ഫുഡ് കഴിച്ച് നമ്മൾ നിർത്താൻ, നമ്മൾ ഡിന്നർ. അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് 3 മണിക്കൂറിന് ശേഷം 2 മുതൽ 3 മണിക്കൂർ, മിനിമം 2 മണിക്കൂറിന് ശേഷം മാത്രം സ്ക്രീൻ ടൈം ഒഴിവാക്കി ബെഡ് ടൈമിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.